പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ചെറിയ കാര്യം നിങ്ങളോട് പറയാറുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക. മക്കളെ, പല പ്രാവശ്യം പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ട് രാഷ്ട്രീയ ബലത്തെക്കുറിച്ച് ഇന്ന് കാണുന്ന ഡ്രാമകൾ എന്താണെന്ന് നിങ്ങൾ കാണുന്നത് മനസ്സിലാക്കുക എന്താണെന്ന്. ആരും കുറ്റപ്പെടുത്തണ്ട. മതത്തിൻ്റെ പുറകെ പോകുന്നവരെന്ന് പറഞ്ഞാൽ അവർ നല്ല ശ്രദ്ധയോടെ അവർക്കറിയാം വിയർക്കേണ്ട കാര്യമില്ല, വിയർക്കാതെ അപ്പം ഭക്ഷിക്കാൻ കിട്ടുമെന്ന് അറിയാവുന്നവർ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പുറകെയും പോകുന്നു. രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോയി വേണ്ടപ്പെട്ടവൻ്റെ പേര് പറഞ്ഞ് അവൻ്റെ പേരിൽ ബോഡി പിടിച്ചാൽ അവൻ ഉന്നതിയിൽ പ്രാപിച്ചാൽ എനിക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് നല്ല വക്രബുദ്ധിമാന്മാർക്കറിയാം. അതാണ് ഇന്ന് കാണുന്നത്. ഞാൻ കണ്ടു KP യോഹന്നാൻ്റെ 2ാം ചരമവാർഷികം. KP യോഹന്നാൻ ആരായിരുന്നു? എങ്ങനെ? മക്കളെ, ഒന്ന് ചിന്തിക്കുക. നീ എവിടെ പോയി സ്വസ്ഥമായിരിക്കാവുന്ന കണ്ടാലും നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിന്നെ ഒരിടത്തും സ്വസ്ഥമായിരിക്കാൻ സമ്മതിക്കത്തില്ല. KP യോഹന്നാൻ അമേരിക്കയിൽ പോയി ഏക്കറുകൾ സ്ഥലം മേടിച്ച് സ്വൈരമായി ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നല്ല, അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുപറ്റി? നടക്കാനായിട്ട് റോഡിലോട്ടിറങ്ങി. മരണം എവിടുന്ന് എങ്ങനെ വരുന്നെന്ന് ആർക്കും അറിയാനൊക്കത്തില്ല. അദ്ദേഹത്തിന് ഏക്കറുകൾക്ക് സ്ഥലമുള്ളിടത്ത് എല്ലാവിധ സൗകര്യവും ഉണ്ടായിട്ടും നടക്കാനായിട്ട് റോഡിലോട്ടിറങ്ങി. മരണം എവിടുന്ന് എങ്ങനെ വരുന്ന ആർക്കും അറിയത്തില്ല. എന്തുകൊണ്ട് വരുന്നെന്നും ആർക്കും പറയാനൊക്കത്തില്ല. പോട്ടെ, KP യോഹന്നാൻ പോയി. അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല. പോട്ടെ, ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം എന്താണ്? എൻ്റെ കയ്യിൽ അധികാരം കിട്ടിയാൽ എനിക്ക് തോന്നിയത് ചെയ്യും എന്നുള്ള ഒരു ഇതായി മാറിയിരിക്കുന്നു ഇന്ത്യയിൽ ഇന്ന്. പ്രത്യേകിച്ച് പറയുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഞാൻ നന്മ ചെയ്യുന്നു, ഞാൻ നല്ലത് ചെയ്തോ എന്നല്ല. എനിക്ക് ഇഷ്ടമില്ലാത്തവർ ഭരണം പിടിച്ചെടുക്കാനായിട്ട് ഏത് വക്രബുദ്ധിയും ഉപയോഗിച്ചിട്ട് ഭരണം കൈ കിട്ടിയാൽ
താടിച്ച് എതിരാളികളായവരെ മുഴുവൻ ഏത് വിധേനയും തുടച്ചു ജയിക്കും. ബംഗാളിലേക്ക് ഒരു ഗുഡ് ട്രെയിൻ മുഴുവൻ നിറച്ച് ബുൾഡോസറും എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് കണ്ടു. മക്കളെ, നിനക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം എന്താ ഉള്ളത്? നീ മനുഷ്യനെ കൊന്നിട്ട് എന്ത് സാധിക്കാനാ? മക്കളെ, നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടത് ഇന്ന് രാജ്യത്ത് നീതി നിയമം ഇല്ലാതായിരിക്കുന്നു. ഞാൻ കൊണ്ടുപറയുന്നില്ല. എല്ലാവർക്കും നന്മ നേരുന്നു, നല്ലൊരു പ്രഭാതം നേരുന്നു. ഞാനോ ബലഹീനനാണ്. നമ്മുടെ പള്ളി ദേവാലയത്തിൽ പുരോഹിതൻ പറയുന്നതല്ല. ഞാനോ അവര് അഡ്വാൻസ് അവരങ്ങ് ഇതെടുക്കുക. ഞാനതല്ല മക്കളെ. ഞാനോ ബലഹീനും പാപിയുമാണ്. നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ ഞാൻ വരത്തില്ല. ലോകം എന്നെ അല്ല, ഞാൻ ലോകത്തെ കണ്ടു.